അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ആദരണീയനായ എം മുഹമ്മദ് മദനി മരണപ്പെട്ട വിവരം നിങ്ങളറിഞ്ഞിരിക്കുമല്ലോ. KNMൻ്റെയും കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും ഒക്കെ അമരക്കാരനായിരുന്ന അദ്ദേഹം ധാരാളം സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. വിനയവും വിട്ടുവീഴ്ചയും കാത്തു സൂക്ഷിച്ച ഒരു പണ്ഡിതനായിരുന്നു എം മദനി. പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരോടും ഒരുപോലെ ഇടപഴകിയിരുന്ന സവിശേഷമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. അദ്ദേഹത്തോട് സംസാരിച്ചവർക്കറിയാം, എത്ര നേരം അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നാലും നമുക്ക് യാതൊരു മടുപ്പും ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ എടുത്തു നോക്കിയാൽ അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം പരലോകവും മരണവുമൊക്കെയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. മദനിയെക്കുറിച്ച് പറയുമ്പോൾ അധികം ആളുകൾക്കും അറിയാത്ത ഒരു ചരിത്ര സംഭവമുണ്ട്. ലോകത്ത് ഏറെ ചർച്ചയായ, ഏറ്റവും വലിയ ചർച്ചകൾക്ക് വഴിവെച്ച ഒരു ചരിത്ര സംഭവം. മാത്രമല്ല, അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങൾ വാർത്താ പ്രാധാന്യത്തോടുകൂടെ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം. അതെന്തായിരുന്നു? 1989 മെയ് മാസം 29 കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂരിൽ വെച്ച് നടന്ന മുബാഹല. ആ മുബാഹലയ്ക്ക് നേതൃത്വം നൽകിയത് ബഹുമാന്യനായ എം മദനിയായിരുന്നു. എം മദനിയുടെ ചരിത്രം പറയുമ്പോൾ ആ മുബാഹലയുടെ ചരിത്രം പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പൂർണ്ണമാവുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നത്. ആ മുബാഹലക്ക് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ആശയപരമായ പൊതുശത്രുവിനെ നേരിടുന്നതിൽ മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന ഒരു മുബാഹല കൂടിയായിരുന്നു അത്. മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗും സമസ്തയുമൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കുകയും അതിൻ്റെ ഒരു നല്ല ഫലം സമൂഹത്തിന് അനുഭവിക്കാനും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൊടിയത്തൂർ മുബാഹലയെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. ഈ സംസാരം അല്പം ദീർഘിച്ചു പോയാലും നിങ്ങൾ അവസാനം വരെ ശ്രവിക്കണമെന്ന് എല്ലാ സഹോദരങ്ങളോടും ആവശ്യപ്പെടുകയാണ്. حتى يتبين لهم أنه الحق. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തേതെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുബാഹല നടന്നിട്ട് 35 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 1989 മെയ് മാസം 29 കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂരിൽ വെച്ച് മുസ്ലിങ്ങളും ഖാദിയാനികളും തമ്മിൽ നടന്ന ശാപപ്രാർത്ഥന അഥവാ മുബാഹല, അത് നടക്കാൻ ഒരു പ്രത്യേക ചരിത്ര പശ്ചാത്തലമുണ്ടായിരുന്നു. ആ ചരിത്ര പശ്ചാത്തലം ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. 1984 പാകിസ്ഥാനിൽ ഭരണം നടത്തിയിരുന്ന ജനറൽ സിയാ ഉൽ ഹക്ക് അദ്ദേഹം ഒരു പ്രസിഡൻഷ്യൽ ഓർഡിനൻസിലൂടെ ഖാദിയാനി, ലാഹോരി വിഭാഗങ്ങളിൽപ്പെട്ട അഹമ്മദികളെ മുസ്ലിങ്ങളുമായി ഇഴചേരുന്നത് തടയുകയും ഇസ്ലാമിക ചിഹ്നങ്ങൾ ഇത്തരം വിഭാഗങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരിൽ അദ്ദേഹം കർശനമായ നടപടി സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ചില ആളുകൾക്കെതിരിൽ കേസെടുത്ത് ജയിലിലടക്കുകയും ചെയ്തു. പാകിസ്ഥാനിൽ ഇത്തരം ഒരു സാഹചര്യം നിലവിൽ വന്നപ്പോൾ അന്നത്തെ ഖാദിയാനികളുടെ ഖലീഫ മീർസ ത്വാഹിർ അഹമ്മദ് അദ്ദേഹം പാകിസ്ഥാനിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം അവിടെ നിന്ന് എത്രയും വേഗം ബ്രിട്ടനിൽ അഭയം തേടി. സത്യത്തിൽ അദ്ദേഹം അഭയം തേടേണ്ടിയിരുന്നത് ഇന്ത്യയിലാണ്. കാരണം അവരുടെ സംസ്കാരവും പാരമ്പര്യവുമൊക്കെ അന്തിയുറങ്ങുന്നത് ഇന്ത്യയിലാണല്ലോ. മാത്രമല്ല, ഖാദിയാനികളുടെ ആദ്യകാല നേതാക്കളും അവരുടെ പ്രവാചകൻ്റെ ഖബറും ആദ്യകാല നേതാക്കളുടെ ഖബറുകളും അവരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇന്ത്യയിലായിട്ടും മീർസ ത്വാഹിർ അഹമ്മദ് നേരെ പോയത് ബ്രിട്ടനിലേക്കായിരുന്നു. അതിനൊരു കാരണവും കൂടിയുണ്ട്. കാരണം ഖാദിയാനിസം എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാക്കളും അതിൻ്റെ സഹായികളും ബ്രിട്ടീഷുകാരായിരുന്നു. അതുകൊണ്ട് ബോധപൂർവമായിരുന്നു അദ്ദേഹം ബ്രിട്ടനിലേക്ക് പോയത്. ബ്രിട്ടനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മീർസ ത്വാഹിർ അഹമ്മദ് അവിടെ വെച്ച് സിയാ ഉൽ ഹക്കിനെതിരിലും അദ്ദേഹത്തിന് പ്രചോദനമേകിയ പണ്ഡിതന്മാർക്കെതിരിലുമൊക്കെ പ്രാർത്ഥിക്കുകയും അവഹേളനത്തിൻ്റെ സംസാരങ്ങൾ നടത്തുകയുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 1988 ജൂൺ മാസം 10 ഈ മീർസ ത്വാഹിർ അഹമ്മദ് എന്ന് പറയുന്ന ഇവരുടെ ഖലീഫ അദ്ദേഹം ബ്രിട്ടനിൽ വെച്ച് ഖുത്ബയിൽ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ മുബാഹലക്ക് വെല്ലുവിളിച്ചു. എന്താണ് ഈ മുബാഹല എന്ന് പറഞ്ഞാൽ? സ്വന്തം വിശ്വാസങ്ങൾ എടുത്തു പറഞ്ഞ് അത് കളവാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സ്വന്തം വിശ്വാസം എടുത്തു പറയുകയും അത്
കളവാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം ഞങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനാണ് മുബാഹല എന്ന് പറയാം. മുബാഹല നടക്കുമ്പോൾ അവിടെ കുട്ടികളും സ്ത്രീകളും എല്ലാവരും ആ സദസ്സിൽ ഒരുമിച്ച് ചേരും. എന്നിട്ടാണ് മുബാഹല നടത്തുക. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു മുബാഹല നടന്നിട്ടില്ല. എന്നാൽ ഒരു മുബാഹലയുടെ സാഹചര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായി. നമുക്കറിയാമല്ലോ ചരിത്രം. നജ്റാനിൽ നിന്ന് ഒരു ക്രൈസ്തവ സംഘം, പാതിരിമാരുടെ സംഘം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരും പാതിരിമാരും ദീർഘനേരം യേശുവിൻ്റെ ദിവ്യത്വവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി. ആ ചർച്ചയ്ക്ക് ഒടുവിൽ പാതിരിമാർക്ക് മനസ്സിലായി, സത്യം മനസ്സിലായി. പക്ഷേ ഞങ്ങളുടെ പ്രതാപവും നേതൃത്വവുമൊക്കെ നഷ്ടമാകുമെന്ന് ക്രൈസ്തവ പാതിരിമാർ മനസ്സിലാക്കിയപ്പോൾ അവർ മനസ്സിലാക്കിയ സത്യം ഉൾക്കൊള്ളാൻ അവർ തയ്യാറായില്ല. അത്തരമൊരു സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ആ പേരമക്കളെയും എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് അവരോട് മുബാഹലക്ക് ആവശ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലു ഇമ്രാനിലെ 61മായി ബന്ധപ്പെട്ട വചനങ്ങൾ അവിടെ നമുക്കിങ്ങനെ വായിക്കാൻ കഴിയും. ഫമൻ ഹാജക ഫീഹി മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽം, ശരിയായ വിജ്ഞാനം വന്നു കിട്ടിയതിന് ശേഷവും പിന്നെയും നിങ്ങളോട് ആരെങ്കിലും തർക്കിക്കുകയാണെങ്കിൽ ഫഖുൽ, അവരോട് പറയൂ നബിയെ, തആലൂ, നിങ്ങൾ വരുവിൻ, നദ്ഉ അബ്നാഅന വ അബ്നാഅക്കും, നിങ്ങളുടെ മക്കളെയും നമ്മുടെ മക്കളെയും നമുക്ക് വിളിക്കാം, വനിസാഅന വനിസാഅക്കും, നിങ്ങളുടെ ഭാര്യമാരെയും നമ്മുടെ ഭാര്യമാരെയും നമുക്ക് വിളിക്കാം, വ അൻഫുസന വ അൻഫുസക്കും, നിങ്ങളും നമ്മളും എല്ലാവരും ഒരു സദസ്സിൽ ഹാജരാവാം, സുമ്മ നബ്തഹിൽ, എന്നിട്ട് നമുക്ക് ശാപപ്രാർത്ഥന നടത്താം, അതല്ലെങ്കിൽ മുബാഹല നടത്താം, ഫനജ്അൽ ലഅനത്തല്ലാഹി അലൽ കാദിബീൻ, കളവ് പറയുന്നവരുടെ മേൽ അള്ളാഹുവിൻ്റെ ലഅനത്തുണ്ടാകട്ടെ, ശാപമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് അതിന് നിങ്ങൾ തയ്യാറാകണമെന്ന് ക്രൈസ്തവ പുരോഹിതന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. പക്ഷേ ക്രൈസ്തവർക്കറിയാമല്ലോ സത്യം. അവർ കൂടിയാലോചിച്ചു. അവർ മുബാഹലക്ക് തയ്യാറായില്ല എന്ന് മാത്രമല്ല, നേരം പുലരുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് യാത്ര പോലും പറയാതെ അവർ രക്ഷപ്പെടുകയാണുണ്ടായത്. ഇതാണ് മുബാഹല. ഈ മുബാഹലയ്ക്ക് വേണ്ടിയാണ് 1988 ഖാദിയാനികളുടെ ഖലീഫ ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളെയും വെല്ലുവിളിച്ചത്. പക്ഷേ ഖലീഫയുടെ വെല്ലുവിളി ലോകത്തെ ശ്രദ്ധിക്കപ്പെട്ടില്ല, അതിന് അർഹമായ പരിഗണന ലഭിച്ചില്ല. അങ്ങനെയിരിക്കെയാണ് 1988 അതേ വർഷത്തിൽ തന്നെ ഓഗസ്റ്റ് 17 സിയാ ഉൽ ഹക്ക്, പാകിസ്ഥാനിലെ ഭരണാധികാരിയായ സിയാ ഉൽ ഹക്ക് ഒരു വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. ഈ അവസരം ഖാദിയാനികളുടെ ഖലീഫ മുതലെടുത്തു. അയാൾ പ്രചണ്ഡമായ പ്രചരണം ഖലീഫയും അനുയായികളും ലോകത്ത് പ്രചരിപ്പിച്ചു. എന്താ പ്രചരിപ്പിച്ചത്? കൃത്യമായ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മുബാഹലക്ക് വെല്ലുവിളിച്ചത്, അതുകൊണ്ട് എൻ്റെ മുബാഹലയുടെ ഫലമായാണ് പാകിസ്ഥാനിലെ സിയാ ഉൽ ഹക്ക് കൊല്ലപ്പെട്ടത് എന്ന് വ്യാപകമായ പ്രചാരണം നടത്താൻ തുടങ്ങി. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സത്യത്തിൽ ഈ ഖലീഫ മുബാഹലക്ക് വെല്ലുവിളിച്ചപ്പോൾ ആ മുബാഹല കൃത്യമായ നിലയ്ക്ക് ഏറ്റെടുക്കുകയോ ആ മുബാഹലയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ പേരും വിവരങ്ങളും ലിസ്റ്റും ഒന്നും പ്രസിദ്ധീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മറിച്ച് ഇയാളുടെ ഖുത്ബയിൽ എപ്പോഴൊക്കെയോ സിയാ ഉൽ ഹക്കിനെതിരിലും പണ്ഡിതന്മാർക്കെതിരിലുമൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്, അത് ഞങ്ങളുടെ മുബാഹലയാണ്, അതിനിതാ ഫലം കണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുയായികളും ഇത് പത്രങ്ങളിലും അവരുടെ മീഡിയകളിലുമൊക്കെ അവരുടേതായ പത്രമാധ്യമങ്ങളിലെല്ലാം ഇത് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഈ ഒരു സന്ദർഭത്തിലാണ് കേരളത്തിൽ ഖാദിയാനികളെ അതിശക്തമായി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. മുസ്ലിമീങ്ങളുടെ സർവ്വ കക്ഷികളുടെയും പ്രാതിനിധ്യമുള്ള ഒരു സംഘടന. ആ സംഘടന ഈ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. അഞ്ജുമൻ ഇശാഅത്തെ ഇസ്ലാമി. അവർ ഖാദിയാനികളുടെ ഖലീഫക്ക് നേരിട്ട് കത്തെഴുതി, ഞങ്ങൾ മുബാഹലക്ക് തയ്യാറാണ്, നിങ്ങളോ അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിനിധികളോ മുബാഹലക്ക് ഹാജരാകുകയാണെങ്കിൽ ഞങ്ങൾ അതിന് ഒരുക്കമാണ് എന്ന് അഞ്ജുമൻ ഇശാഅത്തെ ഇസ്ലാമി ഖാദിയാനികളുടെ അന്നത്തെ ഖലീഫക്ക് കത്തെഴുതുകയാണ്. പക്ഷേ ഖലീഫയുടെ മറുപടി എന്തായിരുന്നു? വെല്ലുവിളിച്ചിട്ട് എൻ്റെ വെല്ലുവിളി നിങ്ങൾ സ്വീകരിച്ചല്ലോ, അതുകൊണ്ട് സന്തോഷമെന്നാണോ പറഞ്ഞത്? അല്ല, എൻ്റെ മുബാഹലയുടെ വരുതിയിൽ നിങ്ങളെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നാശത്തെ കാത്തിരുന്നു കൊള്ളുക എന്നാണ് ഖലീഫ മറുപടി കൊടുത്തത്. അതല്ലാതെ മുബാഹലക്ക് ഒരുക്കമാണെന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റെടുക്കുകയല്ല ചെയ്തത്. പക്ഷേ അഞ്ജുമൻ ഇശാഅത്തെ ഇസ്ലാമി അവരുടെ ഈ നിലപാട് ആവർത്തിച്ചു കൊണ്ടിരുന്നു. ലഘുലേഖകളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും തങ്ങളുടെ ഈ നിലപാട് അവർ ആവർത്തിച്ചു കൊണ്ടിരുന്നു. അതിനിടയിലാണ് ഈ ഖലീഫയുടെ
ഈ വെല്ലുവിളി ഉണ്ടല്ലോ, അത് മലയാളത്തിൽ കേരളത്തിലെ അമീർ പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് സിദ്ദീഖ് അമീർ അലി എന്നായിരുന്നു. 1988 ഖലീഫ നടത്തിയ ഈ വെല്ലുവിളി ഈ അമീർ കേരളത്തിൽ ഇത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ 1989 88 വെല്ലുവിളി, 89 ജനുവരി മാസം 10 അദ്ദേഹം ആകസ്മികമായി മരണപ്പെട്ടു. ആര്? സിദ്ദീഖ് അമീർ അലി. ഇതോടെ ഖാദിയാനികളാകെ ഞെട്ടിത്തരിച്ചു പോയി. അതുവരെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെടുന്ന പണ്ഡിതന്മാരെയും അതേപോലെ നേതാക്കളെയുമൊക്കെ ഈ അമീർ മുബാഹലയുടെ ഫലമായിട്ടാണ് ഇവരൊക്കെ മരണപ്പെടുന്നത് എന്ന് വ്യാപകമായ നിലക്ക് പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആ മുബാഹല എന്ന വെല്ലുവിളി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച അമീർ തന്നെ 1989 ജനുവരി മാസം 10 മരണപ്പെട്ടപ്പോൾ അതോടെ ഈ ഖാദിയാനികളുടെ അവകാശവാദങ്ങളെല്ലാം അവർ നിർത്തി, ആ പ്രചാരങ്ങളെല്ലാം നിർത്തി. അവസാനം അവരാകെ വെട്ടിലായി. ഇനി കേരളത്തിൽ ഞങ്ങളുടെ പ്രവർത്തനമാകെ സ്തംഭിച്ചു പോകുമെന്ന് ഭയപ്പെട്ടപ്പോൾ കേരളത്തിലെ ഖാദിയാനി നേതൃത്വം എന്താ ചെയ്തതെന്നറിയോ? ഖലീഫക്ക് കത്തെഴുതി ഖലീഫയെ സമ്മർദ്ദത്തിലാഴ്ത്തി ഒരു മുബാഹലക്ക് സമ്മതം വാങ്ങി. അങ്ങനെയാണ് മുബാഹല നടക്കുന്നത്. 1989 മെയ് മാസം 29 ചരിത്രപ്രസിദ്ധമായ മുബാഹല കൊടിയത്തൂരിൻ്റെ മണ്ണിൽ അരങ്ങേറുകയാണ്. ഓരോ വിഭാഗത്തിലും സ്ത്രീകളും കുട്ടികളുമടക്കം 40 പേരാണ് മുബാഹലയിൽ പങ്കെടുത്തത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണെന്നും മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനി വ്യാജവാദിയാണെന്നും അദ്ദേഹത്തെ നിഷേധിക്കുന്നത് ഒരിക്കലും കുഫറല്ല, അത് കുഫറിന് കാരണമാവുകയില്ലെന്നും ഉള്ള മുസ്ലിമീങ്ങളുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുകയും ഈ ഞങ്ങൾ പറയുന്ന ഈ വിശ്വാസം കളവാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം ഞങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് മുസ്ലിമീങ്ങൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് ബഹുമാന്യനായ നമ്മുടെ എം മദനിയായിരുന്നു. നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ. മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനി അള്ളാഹു നിയോഗിച്ചയച്ച നബിയോ റസൂലോ ഉമ്മത്തി നബിയോ ശരീഅത്തില്ലാത്ത റസൂലോ അല്ലെന്ന് ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം യാതൊരുവിധ അനുഭവത്തും വിസാരത്തുമില്ല. തനിക്ക് അള്ളാഹുവിൽ നിന്ന് വഴി ലഭിച്ചു എന്ന മിർസാ ഖാദിയാനിയുടെ വാദം കള്ളമാണ്. അദ്ദേഹത്തെ വിശ്വസിക്കാത്തവർ നരകാവകാശിയോ കാത്തുറോ ആകുകയില്ലെന്ന് ഞങ്ങൾ ആണയിട്ട് പറയുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നതും പറയുന്നതും കളവാണെങ്കിൽ അല്ലാഹുവേ നിന്റെ ശാപം ഞങ്ങളിൽ വർഷിക്കുമാറാകണമേ. ആമീൻ. ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ. ആമീൻ. മറിച്ച് സത്യമാണെങ്കിൽ ഞങ്ങളിൽ അനുഗ്രഹം ചൊരിയുകയും സത്യം വെളിപ്പെടുമാറ് ദൃഷ്ടാന്തങ്ങൾ ഇറക്കുകയും ചെയ്യണമേ. ആമീൻ. കണ്ടില്ലേ സഹോദരങ്ങളെ, വല്ലാത്തൊരു രംഗമാണത്. എന്താണ് ഏറ്റെടുക്കുന്നത്? കുടുംബത്തെയും കുട്ടികളെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്ത്? ഞങ്ങൾ അസത്യത്തിൻ്റെ ഉടമയാണെങ്കിൽ ഞങ്ങളുടെ മേൽ അല്ലാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ. അത് വല്ലാത്തൊരു ധൈര്യമാണ്. അതാ ഞാൻ പറഞ്ഞത്, മദനിയുടെ ചരിത്രം നമ്മൾ പറയുമ്പോൾ ഈ പ്രസിദ്ധമായ ചരിത്രത്തെ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. ശരിക്ക് നമ്മൾ ഓർക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അള്ളാഹിൻ്റെ റസൂല് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ പേരമക്കളെയും തൻ്റെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും അലി റളിയല്ലാഹു അൻഹുവിനെയും ഒക്കെ ഒരുമിച്ച് ചേർത്ത് ക്രൈസ്തവ പാതിരിമാരോട് മുബാഹലക്ക് ആവശ്യപ്പെട്ട ആ രംഗമാണ് ശരിക്ക് ഈ സംഭവം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ മുസ്ലിമീങ്ങൾ പ്രാർത്ഥിച്ചു. ഖാദിയാനികൾ പ്രാർത്ഥിച്ചതെന്താണ്? മുഹമ്മദ് നബിക്ക് ശേഷം പ്രവാചകന്മാർ വരുമെന്നും മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനി നബിയാണെന്നും അദ്ദേഹത്തിൽ വിശ്വസിക്കാത്തവർ കാഫിറുകളും ഖുർആനിൽ പറഞ്ഞ ശിക്ഷക്ക് അവർ അർഹരായിത്തീരുമെന്നുമൊക്കെ അവരും പ്രാർത്ഥിച്ചു. ഇങ്ങനെയാണ് ചരിത്രപ്രസിദ്ധമായ ആ മുബാഹല അവിടെ നടക്കുന്നത്. മുബാഹലയുടെ ഫലം എന്തായിരുന്നു? മുബാഹലയുടെ ഫലം എന്താകുമെന്നാണ് ഖാദിയാനികൾ പറഞ്ഞത്. അതാണ് ഇനി നമ്മൾ അടിവരയിടേണ്ടത്. ഖാദിയാനികളുടെ ഖലീഫയുടെ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഖാദിയാനികൾ പ്രചരിപ്പിച്ചതെന്താണ്? അവരുടെ ലഘുലേഖകളിലും പ്രസിദ്ധീകരണങ്ങളിലുമൊക്കെ അവർ പ്രചരിപ്പിച്ചത് ഈ മുബാഹലയുടെ ഫലം അസത്യവാദികൾ ആരാണോ അവരുടെ ശാരീരികമായ ഉന്മൂലനമായിരിക്കും. അസത്യവാദികൾ ആരാണോ അവർ നശിക്കും, ശാരീരികമായി അവർ നശിക്കും എന്നതാണ് അവർ പ്രഖ്യാപിച്ചത്. മാത്രമല്ല മുബാഹലയുടെ ഫലം വരാൻ 6 മാസത്തെ കാലാവധിയാണ് ഖാദിയാനികൾ പ്രഖ്യാപിച്ചത്.
അങ്ങനെ 6 മാസം കഴിഞ്ഞു. കാര്യമായ ഒന്നും സംഭവിക്കുന്നില്ല. ഖാദിയാനികളുടെ അനുയായികൾ അവരോട് തന്നെ ചോദിക്കാൻ തുടങ്ങി, അല്ല, വഹീൻ്റെ അടിസ്ഥാനത്തിൽ ഖലീഫയുടെ ആഹ്വാനപ്രകാരം നടത്തിയ മുബാഹലയല്ലേ, പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ലല്ലോ. അപ്പോൾ ഖാദിയാനികൾ അനുയായികളെ തൃപ്തിപ്പെടുത്തിയത് എന്ത് പറഞ്ഞിട്ടാണെന്നോ, സത്യത്തിൽ 1 വർഷമാണ് കാലാവധി, പിന്നെ മുസ്ലിങ്ങൾ നിർബന്ധിച്ചത് കൊണ്ടാണ് നമ്മൾ 6 മാസമാക്കിയത്, അതുകൊണ്ട് 1 വർഷം വരെ കാത്തിരിക്കണമെന്നാണ്. അങ്ങനെ 1 വർഷം കഴിഞ്ഞു. കാര്യമായ ഒന്നും നടക്കുന്നില്ല, ഒരു സംഭവവും നടക്കുന്നില്ല. ഇവർ പറയുന്നത് പോലെ ശാരീരികമായ ഉന്മൂലനം ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോഴാണ് കേരളത്തിലെ സംസ്ഥാന അമീർ ബ്രിട്ടനിലെ ഖലീഫക്ക് കത്തെഴുതി. എന്താ എഴുതിയത്? ശത്രുക്കൾ ചത്തൊടുങ്ങിയിട്ടില്ലല്ലോ, മുബാഹലയുടെ ഫലമായി ശത്രുക്കൾ ചത്തൊടുങ്ങിയിട്ടില്ലല്ലോ. അപ്പോഴെന്താ ചെയ്തതെന്നറിയോ? അമീർ ഖുത്ബയിലൂടെ പറഞ്ഞു, ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് കേരളത്തിലെ മുബാഹലയുടെ ഫലം വന്നില്ലല്ലോ എന്ന്. എന്നാൽ ഇവർ കാണുന്നില്ലേ, കേരളത്തിൽ വളരെ പ്രമുഖരായ 3 മുസ്ലിങ്ങൾ അവർ അഹമ്മദികളായി മാറിയിരിക്കുന്നു എന്ന പച്ച നുണ ഖാദിയാനികളുടെ ഖലീഫ മിമ്പറിലൂടെ ഖുത്ബയിലൂടെ പറയാൻ തുടങ്ങി. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇതേ സമയത്ത് പാകിസ്ഥാനിലെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമുണ്ട്. അതെന്താണെന്നറിയോ? കേരളത്തിൽ മുബാഹലക്ക് ആഹ്വാനം ചെയ്ത ഖാദിയാനികളുടെ അമീർ മരണപ്പെട്ടിരിക്കുന്നു എന്ന്. അത് 100% സത്യവുമായിരുന്നു. എന്തായിരുന്നു ചരിത്രപ്രസിദ്ധമായ ഈ മുബാഹലയുടെ ഫലം? മുസ്ലിം സമൂഹത്തിന് വലിയ ഫലം നൽകിയ, വലിയൊരു വിജയം നൽകിയ മുബാഹലയായിരുന്നു ഇത്. അത് നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഖാദിയാനികളിൽപ്പെട്ട യുവാക്കളെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ അവരുടെ നേതാക്കൾക്ക് കഴിഞ്ഞില്ല എന്നതാണ്. യുവാക്കൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല, നേതാക്കൾക്ക് വിശദീകരിച്ചിട്ട് അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല. അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഖലീഫ മുബാഹല ആഹ്വാനം ചെയ്തത്, എന്നിട്ട് എന്താണ് അതിൻ്റെ ഫലമുണ്ടാകാത്തത്, എന്താണ് ശാരീരികമായ ഉന്മൂലനമുണ്ടാകാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് വിശദീകരണം നൽകി തൃപ്തിപ്പെടുത്താൻ സാധ്യമായില്ല. മാത്രമല്ല, നേതൃത്വത്തിൻ്റെ വിശദീകരണത്തിൽ തൃപ്തി ലഭിക്കാത്തത് കൊണ്ട് അന്ന് തന്നെ 3 പേര് കൊടിയത്തൂരിൽ വെച്ച് ഖാദിയാനിസം വിട്ട് ഇസ്ലാമിൻ്റെ രാജപാതയിലേക്ക് വന്നു. അല്ലാഹു അക്ബർ. ആലോചിച്ചു നോക്കൂ. അവസാനിച്ചോ? ഇല്ല. അതിനുശേഷം അഞ്ചുമൻ ഇശാഅത്തെ ഇസ്ലാമിയും ഖാദിയാനികളും നിരന്തരമായ പല ചർച്ചകളും നടത്തി. ആ ചർച്ചകളുടെയൊക്കെ അനന്തരഫലം ഖാദിയാനിസം വിട്ട് പലരും ഇസ്ലാമിൻ്റെ രാജപാതയിലേക്ക് ചേക്കേറി. ഇന്നും നിങ്ങൾ കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂരിൽ പോയി അന്വേഷിച്ചു നോക്കൂ. മുബാഹലയ്ക്ക് ശേഷം എത്രയെത്ര ആളുകളാണ് ഖാദിയാനിസം എന്ന ശുദ്ധ കുഫർ ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ സത്യപാതയിലേക്ക് കടന്നു വന്നത്. ഇന്നും അത് നിർബാധം തുടരുന്നു. എൻ്റെ വീടിൻ്റെ പരിസരത്ത് ചില ഖാദിയാനികളുണ്ട്. അവരിൽ പലരും ഖാദിയാനിസം ഇപ്പോഴും വിട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് കാലം മുമ്പൊക്കെ ഖാദിയാനിസം വിട്ട പലരുടെയും ചരിത്രം നമുക്ക് എടുത്തു പറയാൻ കഴിയും. മാത്രമല്ല, ഏറ്റവും വലിയ മറ്റൊരു വിജയം എന്തായിരുന്നു എന്നറിയുമോ? ഖാദിയാനികളുടെ അറബി മുഖപത്രമായ അന്നഹ്വയുടെ എഡിറ്ററും അറബിക് ദഅവ ഡെസ്കിൻ്റെ തലവനുമായിരുന്ന ഹസൻ മഹ്മൂദ് ഔദയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ 20 പേരും ഈ മുബാഹലയ്ക്ക് ശേഷം ഖാദിയാനിസം വിട്ട് ഇസ്ലാമിലേക്ക് വന്നു. അല്ലാഹു അക്ബർ. ആലോചിച്ച് നോക്കൂ. മാത്രവുമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു വിജയം എന്ന് പറയുന്നത് ഖാദിയാനികളുടെ ഖലീഫയുടെ വെളിപാട് വാദം തകർന്ന് തരിപ്പണമായി എന്നതാണ്. എന്താ ഖലീഫ പറഞ്ഞത്? ഞാൻ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് മുബാഹലക്ക് വെല്ലുവിളിച്ചത്. അതേപോലെ ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് ശാരീരികമായ ഉന്മൂലനമായിരിക്കും. അതായത് ശത്രുപക്ഷത്തുള്ള ആളുകളുടെ നാശം, ശാരീരിക നഷ്ടമുണ്ടാകും, അവർ മരിച്ചു വീഴും എന്നായിരുന്നു ഖലീഫയുടെ വെളിപാട്. അതാണ് ഖാദിയാനികൾ പ്രഖ്യാപിച്ചത്. പക്ഷേ അത് സംഭവിച്ചില്ല. നോക്കൂ നിങ്ങൾ, ആ മുബാഹല നടന്നിട്ടും 35 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ബഹുമാന്യനായ പണ്ഡിതൻ, അതിന് നേതൃത്വം നൽകിയ എം മദനി മരണപ്പെടുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. വലിയൊരു സംഭവം തന്നെയായിരുന്നു അത്, അല്ലേ? 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ മഹാനായ പണ്ഡിതൻ കഴിഞ്ഞ ദിവസം മരണപ്പെടുന്നത്. എത്രമാത്രം വലിയൊരു വിജയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഈ ചരിത്ര വിജയം മുസ്ലിമീങ്ങൾക്ക് സമ്മാനിച്ചത്, അതിന് നേതൃത്വം നൽകിയത്, അതിനുവേണ്ടി പാടുപെട്ട പലരുമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയൊക്കെ അതിന് കാര്യമായ വർക്ക് ചെയ്തവരാണ്. അതിൻ്റെ നേതൃത്വം, അതിന് പ്രാർത്ഥനാവാക്യം ചൊല്ലിക്കൊടുത്തത് എം മദനിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ നമുക്ക് ലോകത്ത് ചർച്ചയായി ഈ സംഭവം ഓർക്കാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെയും നമ്മെയുമൊക്കെ
ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ഈ ചരിത്ര വിജയം മുസ്ലിമീങ്ങൾക്ക് സമ്മാനിച്ചതിൽ അർഹമായ പ്രതിഫലം അള്ളാഹു അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.